ഞാൻ ഉമേഷ് ശിവരാമൻ പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. 2 സീറ്റിൽ ലീഗ് വഴങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ്. സിറ്റിംഗ് എംപിമാരായ ET മുഹമ്മദ് ബഷീറും MP അബ്ദുൾ സമദ് സമദാനിയും സീറ്റുകൾ വെച്ചുമാറി. മണ്ഡലമാറ്റത്തിന്റെ കാരണം നേതൃത്വം വ്യക്തമാക്കിയിട്ടില്ല. പാണക്കാട് ചേർന്ന മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ ET മുഹമ്മദ് ബഷീർ, പൊന്നാനിയിൽ ശ്രീ അബ്ദുൾ സമദ് സമദാനി സാഹിബാണ്, തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നവാസ് ഗനിയാണ്. മലപ്പുറം MP അബ്ദുൾ സമദ് സമദാനി പൊന്നാനിയിലേക്കും പൊന്നാനി MP ET മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്കും മാറിയതിന്റെ കാരണം വിശദീകരിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ, ഒരു നേതാക്കളുടെ സേവനം എല്ലായിടത്തും ഉണ്ടായിക്കോട്ടെ എന്നുള്ളതാണ്. മലപ്പുറത്ത് മത്സരിക്കാനുള്ള ET മുഹമ്മദ് ബഷീറിന്റെ താല്പര്യത്തോട് സമദാനിക്ക് വഴങ്ങേണ്ടി വന്നു എന്നാണ് വിവരം. ഇന്ത്യയിലെ പുതിയ സാഹചര്യത്തിൽ പാർലമെന്റ് മെമ്പർമാർക്ക് വളരെ വലിയ ദൗത്യം നിർവഹിക്കാനുണ്ട്. ആ ദൗത്യത്തെപ്പറ്റി ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ അതും ചെയ്യും. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ പൊന്നാനിക്കൊരു ചരിത്രമുണ്ട്, തിളങ്ങുന്ന ചരിത്രം. വളരെ വലിയ ഒച്ചപ്പാടൊക്കെ ഉണ്ടായിരുന്ന കാലത്തും UDFന്റെ കൂടെ വളരെ ശക്തമായ രീതിയിൽ ഉറച്ചു നിന്ന ഒരു പ്രദേശമെന്ന പാരമ്പര്യമുണ്ട്. അത് ഈ തവണ അതിനേക്കാൾ തിളക്കത്തോടെ ആവർത്തിക്കും. രാജ്യസഭാ സീറ്റ് സ്വീകരിക്കാൻ സമ്മതിച്ച കാര്യം മുസ്ലിം ലീഗ് പരസ്യമാക്കുന്നതിന് മുമ്പ് തന്നെ 3-ാം സീറ്റില്ലെന്ന കാര്യം പ്രഖ്യാപിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ലീഡെടുത്തു. ലീഗ് സമ്മർദ്ദ ശക്തിയാണെന്ന പ്രചാരണത്തിന് തടയിടാനായിരുന്നു ഈ നീക്കം. സ്വാഭാവികമായിട്ടും അടുത്ത രാജ്യസഭാ സീറ്റ് വരുമ്പോൾ ഒരു സീറ്റ് പ്രതിപക്ഷത്തിന് കിട്ടണം, അത് കോൺഗ്രസിന് കിട്ടേണ്ടതാണ്. അത് ഞങ്ങൾ മുസ്ലിം ലീഗിന് കൊടുക്കും. രാജ്യസഭയിലേക്ക് PK ഫിറോസ്, ഫൈസൽ ബാബു, PMA സലാം എന്നിവരെ പരിഗണിച്ചെങ്കിലും യോഗത്തിൽ ഒരു പേരിലേക്ക് എത്താനായില്ല എന്നാണ് സൂചന. തമിഴ്നാട്ടിലെ രാമനാഥപുരം ലോക്സഭാ സീറ്റിൽ സിറ്റിംഗ് MP നവാസ് ഗനി തന്നെ മത്സരിക്കും. 24 മലപ്പുറം. 3-ാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഇക്കുറിയും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നത് മുസ്ലിം ലീഗിന് മുറിവായി. സ്ഥാനാർത്ഥികളെ വെച്ചുമാറിയതിൽ വലിയ ചർച്ച വേണ്ടെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ നിലപാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ആവർത്തിക്കുന്ന മുസ്ലിം ലീഗിന്റെ 3-ാം സീറ്റ് ആവശ്യം ഇക്കുറിയും നടപ്പായില്ല. രാജ്യസഭാ സീറ്റു നൽകാമെന്ന കോൺഗ്രസ് പിടിവാശിക്ക് ലീഗ് വഴങ്ങി. പരമ്പരാഗത സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ വെച്ചുമാറേണ്ടിയും വന്നു ലീഗിന്. ലീഗിന്റെ പൊന്നാപുരം കോട്ടയെന്നറിയപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം കുറയുന്നതാണ് സ്ഥാനാർത്ഥി മാറ്റത്തിന് ലീഗ് നേതൃത്വത്തെ പ്രേരിപ്പിച്ചത്. പൊന്നാനിയിൽ മുൻ ലീഗ് നേതാവ് KS ഹംസ ഇടതു സ്ഥാനാർത്ഥിയായതും കണക്കിലെടുത്തു. സമസ്തയുമായും ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായും അടുത്ത ബന്ധമാണ് KS ഹംസയ്ക്ക്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ 1,81,569 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീറിന് ലഭിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ ഭൂരിപക്ഷം 10,000-നു താഴെയായി. 7-ൽ 4 നിയമസഭാ മണ്ഡലങ്ങളും LDFനൊപ്പം നിന്നു. താനൂരും തൃത്താലയും മന്ത്രിമണ്ഡലങ്ങളുമായി. മലപ്പുറത്തും സ്ഥിതി ഭിന്നമായിരുന്നില്ല. 2019-ൽ PK കുഞ്ഞാലിക്കുട്ടി 2,60,153 വോട്ടിന് ജയിച്ച മലപ്പുറത്ത് 2021-ൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ലീഗ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 1,14,615 വോട്ടായി ഇടിഞ്ഞു. ലീഗിന് 1.5 ലക്ഷത്തോളം വോട്ട് കുറഞ്ഞപ്പോൾ LDFന് 93,913 വോട്ട് കൂടി. ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് ലീഗിന്റെ സ്ഥാനാർത്ഥി മാറ്റം. പക്ഷേ ലീഗ് നേതൃത്വം ഇത് പരസ്യമായി സമ്മതിക്കാൻ തയ്യാറല്ല. പൊളിറ്റിക്കൽ ഡെസ്ക് 24. വയനാട് പൂക്കോട് വൈത്തിരി കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണത്തിലേക്ക് നയിച്ചത് SFIയുടെ പരസ്യ വിചാരണ എന്ന് പോലീസ്. ഹോസ്റ്റലിൽ സീനിയർ വിദ്യാർത്ഥികളുടെ വിചാരണ പതിവെന്ന പ്രതികളുടെ മൊഴി. പരാതികൾ അവിടെ തന്നെ തീർപ്പാക്കുകയും ശിക്ഷ വിധിക്കുകയും ചെയ്യുമെന്ന് കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥികൾ മൊഴി നൽകി. കേസിൽ 20-ലധികം പ്രതികൾ ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി ഇപ്പോൾ വയനാട്ടിൽ നിന്നും ചേരുന്നുണ്ട്. അരുൺ, വിവരങ്ങൾ എന്തൊക്കെയാണ്?
ഉന്മേഷ നിർണായക മൊഴി പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഹോസ്റ്റൽ SFIയുടെ വിദ്യാർത്ഥി കോടതിയാണ് പരാതികൾ അവിടെ വെച്ച് തന്നെ പരിഹരിക്കുമെന്ന് ഈ വിദ്യാർത്ഥികൾ, അതായത് ആരെങ്കിലും കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവരെ ഈ ഹോസ്റ്റലിൽ വെച്ച് തന്നെ വിചാരണ ചെയ്യുക, തുടർന്ന് അവിടെ വെച്ച് തന്നെ ശിക്ഷ വിധിക്കുക എന്ന രീതിയാണ് നാളുകളായി വെറ്റിനറി സർവകലാശാലയിൽ പിന്തുടർന്നു പോന്നിരുന്നത് എന്നാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഈ 6 വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇപ്പോഴും ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൽപ്പറ്റ DYSPയുടെ ഓഫീസിന് സമീപമാണ്. ഇപ്പോഴും ഈ പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. നേരത്തെ SFIയുടെ കോളേജ് യൂണിയൻ പ്രസിഡന്റും യൂണിറ്റ് സെക്രട്ടറിയും ഉൾപ്പെടെ 12 പേരെയാണ് പ്രതിപട്ടികയിൽ ചേർത്തിരുന്നത്. എന്നാൽ ഇന്ന് ഈ 12 പേരെ കൂടാതെ 6 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തു. അവരെ ചോദ്യം ചെയ്തു. അവർ കുറ്റം സമ്മതിച്ചു. തുടർന്ന് പോലീസിന് വിശദമായ മൊഴി നൽകി. കൊലപാതകവുമായി ബന്ധപ്പെട്ട നിർണായകമായ മൊഴി നൽകി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവരുടെ അറസ്റ്റ് അല്പസമയത്തിനകം തന്നെ രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് അറിയിച്ചത്. കൂടാതെ ഇവരെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 25ഓളം പ്രതികൾ കേസിലുണ്ടാവുമെന്ന് പോലീസ് പറയുന്നുണ്ട്. നിർണായകമായ മൊഴി പുറത്തു വന്നിരിക്കുന്നു. ഉന്മേഷ്. അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്. സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കോൺഗ്രസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് വൈകാതെ തുടക്കമാകും. കേരളത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഇന്ന് രാത്രി തിരുവനന്തപുരത്തെത്തും. നാളെയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം. K. സുധാകരൻ മത്സരിക്കുമെന്ന പ്രചാരണം അഭ്യൂഹം മാത്രമാണെന്ന് VD സതീശൻ പറഞ്ഞു. സീറ്റ് വിഭജനത്തിൽ ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയായതോടെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നത്. നാളെ ചേരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 16 സീറ്റിലും സ്ഥാനാർത്ഥി നിർണയമുണ്ടാകും. വയനാട് ഒഴികെയുള്ള സിറ്റിംഗ് സീറ്റുകളിൽ MPമാർ തന്നെ മത്സരിക്കാൻ നേരത്തെ തീരുമാനമായിരുന്നു. എന്നാൽ കണ്ണൂരിൽ KPCC പ്രസിഡന്റ് K. സുധാകരൻ മത്സരിക്കുമെന്ന പ്രചരണം അഭ്യൂഹം മാത്രമെന്ന് VD സതീശൻ. അടിസ്ഥാനരഹിതമായ വാർത്തകളാണ്. APCC പ്രസിഡന്റ് മത്സരിക്കണമോ വേണ്ടയോ എന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള പ്രയാസമല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനവും ഇതും കൂടി ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ ആ ജോലി തിരക്കാണ് അദ്ദേഹം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അത് പാർട്ടി അതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കും. പിണറായി യുഗത്തിന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അന്ത്യം കുറിക്കുമെന്ന K. സുധാകരൻ. ജനം വെറുത്ത മോദി പിണറായി സർക്കാരുകൾക്കെതിരെയായ ജനരോഷം കേരളത്തിൽ UDF ഒരു രാഷ്ട്രീയ തരംഗമാക്കി മാറ്റും എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ആലപ്പുഴയിൽ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മത്സരിക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ഉയർന്നെങ്കിലും ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. ഹിമാചലിൽ പ്രതിസന്ധി. ഹിമാചൽ പ്രദേശിൽ നാടകീയ രാഷ്ട്രീയ നീക്കങ്ങൾ തുടരുന്നു. സർക്കാരിനെ അട്ടിമറിക്കാനുള്ള തന്ത്രത്തിന് മറുപടിയായി 15 BJP MLAമാരെ അച്ചടക്ക നടപടിയുടെ പേരിൽ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു. ശബ്ദ വോട്ടോടെ ബജറ്റ് പാസാക്കി. സർക്കാരിന് ഭൂരിപക്ഷമില്ലെന്ന് BJP ആരോപിച്ചു. പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസ് നിരീക്ഷകർ ഷിംലയിൽ തുടരുകയാണ്. കോൺഗ്രസിന്റെ 6 MLAമാരെയും 2 സ്വതന്ത്രരെയും മറുകണ്ഠം ചാടിച്ച് സർക്കാരിന് ഭൂരിപക്ഷമില്ലെന്ന് അറിയിക്കാൻ ഗവർണറെ കണ്ട BJPക്ക് കോൺഗ്രസിന്റെ തിരിച്ചടി. പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂർ അടക്കം 15 BJP MLAമാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു. ഇന്നലെ വോട്ടെടുപ്പിനിടെ നിയമസഭയിൽ ബഹളം വെച്ചതിന്റെ പേരിലാണ് നടപടി. ഇതോടെ 25 MLAമാരുള്ള BJPയുടെ അംഗസംഖ്യ 10 ആയി ചുരുങ്ങി. ബജറ്റ് ശബ്ദ വോട്ടോടെ ഹിമാചൽ നിയമസഭ പാസാക്കി. കൂറുമാറ്റ സാധ്യതയെക്കുറിച്ച് സംസ്ഥാന നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇത്തരം ശ്രമങ്ങൾ ഉണ്ടാവുന്നതിനെതിരായിട്ട് നടപടി സ്വീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റിനോട് നേരത്തെ പറഞ്ഞിരുന്നതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് നോക്കും. അതേസമയം മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖുവിനെതിരെ തുറന്നടിച്ചുള്ള മന്ത്രി വിക്രമാദിത്യ സിംഗിന്റെ രാജി കോൺഗ്രസിന് തിരിച്ചടിയായി. വർത്തമാൻ പരിസ്ഥിതി में मेरा इस सरकार में बने रहना ठीक नहीं है, इसलिए आज मैंने ये निर्णय लिया है that I am resigning from the Council of Ministers. മുഖ്യമന്ത്രി രാജിവെച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നെങ്കിലും ഇക്കാര്യം सुखविंदर सिंह सुक्खू ने तल्ली. हमने उनके खिलाफ डिस्क्वालिफिकेशन मोशन भी लाया है और जिसकी सुनवाई चल रही है. मैं एक बात और कहना चाहता हूँ, लोकतंत्र में हमेशा सत्यमेव जयते होता है, सत्य की जीत हुई है. വിമതരുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ DK ശിവകുമാർ, ഭൂപീന്ദർ സിംഗ് ഹൂഡ, ഭൂപേഷ് ബാഗേൽ എന്നീ നേതാക്കൾ ഷിംലയിൽ തുടരുകയാണ്. 24 ഡൽഹി.
അസമിൽ കോൺഗ്രസിന് തിരിച്ചടി. അസമിലെ കോൺഗ്രസ് പ്രവർത്തക സമിതി അധ്യക്ഷൻ റാണ ഗോസ്വാമി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് രാജി കൈമാറി. ഡൽഹിയിലെത്തിയ റാണ BJPയിൽ ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുമായി റാണ കൂടിക്കാഴ്ച നടത്തിയേക്കും. വിവിധ രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിച്ച തന്റെ സംഘടനാ ചുമതലകളിൽ നിന്നും നേരത്തെ തന്നെ റാണ രാജിവെച്ചിരുന്നു. ഈ മാസം ആദ്യം സംസ്ഥാനത്തെ കോൺഗ്രസിൽ നിന്നും മറ്റ് 2 നേതാക്കൾ BJPയിൽ ചേർന്നിരുന്നു. ഫ്രണ്ട് ന്യൂസിലേക്ക് തിരികെ. സംസ്ഥാനത്ത് 5 വയസ്സിൽ തന്നെ 1-ാം ക്ലാസ് പ്രവേശനം നടത്തും എന്നാവർത്തിച്ച് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. പ്രായപരിധി മാറ്റണം എന്ന ഒരു നിർദ്ദേശവും കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടില്ലെന്ന് മന്ത്രി പറഞ്ഞു. 5 വയസ്സ് എന്നത് സംസ്ഥാന സർക്കാരിന്റെ നിലപാടാണെന്നും മന്ത്രി വ്യക്തമാക്കി. അടുത്ത അധ്യയന വർഷത്തിൽ 1-ാം ക്ലാസ്സിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 6 വയസ്സാക്കണമെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചിരുന്നു. പല സംസ്ഥാനങ്ങളും കഴിഞ്ഞ വർഷങ്ങളിൽ നിർദ്ദേശം പാലിക്കാത്തതിനെ തുടർന്നാണ് കത്തയച്ചത്. എന്നാൽ കേരളത്തിൽ ഇത് നടപ്പാക്കില്ലെന്ന് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. പ്രായപരിധിയിൽ സംസ്ഥാനത്തിന് തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ടെന്നും 5 വയസ്സെന്നത് തന്നെയാണ് സർക്കാർ നിലപാടെന്നും വിദ്യാഭ്യാസ മന്ത്രി. നമ്മൾ 5 വയസ്സെന്നുള്ള നിലയിൽ തന്നെ നിൽക്കുകയാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു നിർദ്ദേശമൊന്നും ഗവൺമെന്റിന് കിട്ടിയിട്ടില്ല. ചിലപ്പോൾ എനിക്ക് കിട്ടുമായിരിക്കാം. ഒരു സംവിധാനം നിൽക്കുന്ന ഒരു സംവിധാനത്തെ മാറ്റിയാൽ അത് വലിയ സാമൂഹിക പ്രശ്നം തന്നെ ഉണ്ടാകും. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ ആവശ്യം. എന്നാൽ നടപ്പാക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതേസമയം സംസ്ഥാനത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് മന്ത്രി അറിയിച്ചു. മാർച്ച് 4-ന് SSLC പരീക്ഷയും March 1-ന് ഹയർ സെക്കൻഡറി പരീക്ഷയും ആരംഭിക്കും. 2971 കേന്ദ്രങ്ങളിലായി 4,27,105 വിദ്യാർത്ഥികൾ ഇത്തവണ SSLC പരീക്ഷ എഴുതും. 4,14,151 വിദ്യാർത്ഥികൾ +1-ലും 4,41,213 വിദ്യാർത്ഥികൾ +2-ലും പരീക്ഷ എഴുതും. 24 തിരുവനന്തപുരം. മൂന്നാറിൽ പടയപ്പയുടെ പരാക്രമം പതിവാകുന്നു. മൂന്നാർ മറയൂർ സംസ്ഥാന പാതയിലെ വഴിയോരക്കട കാട്ടാന തകർത്തു. തലയാർ എസ്റ്റേറ്റിലാണ് പടയപ്പ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. അതേസമയം വന്യജീവി ആക്രമണം തടയുന്നതിനായി മൂന്നാറിലെ RRT ടീമിനെ ഉടൻ വിപുലീകരിക്കുമെന്ന് CCF RS അരുൺ വ്യക്തമാക്കി. മതപ്പാടിലുള്ള പടയപ്പ കൂടുതൽ പ്രകോപിതരാണ്. ഒരു പിടിയാനയ്ക്കും കുട്ടയാനയ്ക്കുമൊപ്പമാണ് ഇപ്പോഴത്തെ സഞ്ചാരം. ഇന്നലെ നയമക്കാട് എസ്റ്റേറ്റ് മേഖലയിൽ ഉണ്ടായിരുന്ന കാട്ടാന ഇന്ന് തലയാർ എസ്റ്റേറ്റിലേക്ക് നീങ്ങി. ജനവാസ മേഖലയിൽ ഇറങ്ങിയ പടയപ്പയെ RRT തുരത്തി. ജനവാസ മേഖല ഇറങ്ങാതെ നോക്കാൻ വേണ്ടി നമ്മുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തായാലും മോണിറ്ററിങ് ചെയ്യുന്നുണ്ട്, പകലും രാത്രിയും. വാഹനങ്ങൾ ആക്രമിക്കുന്ന പറഞ്ഞാൽ ആൾക്കാർ മാക്സിമം അതിൻ്റെ അടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കുന്ന പരിപാടി ഇപ്പോൾ ഇച്ചിരി കൂടുതലാണ്. വൈൽഡ് ലൈഫ് ഡിഫൻഡ് എന്നുള്ള ഒരു ചിന്ത വേണം. നമുക്ക് വന്യമൃഗമായിട്ട് കാണുവാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് കുറയും. പടയപ്പ സ്ഥിരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതോടെ ആശങ്കയിലാണ് നാട്ടുകാർ. ഭയങ്കര ശല്യം, ഇപ്പോൾ ഭയങ്കര ശല്യം. അപ്പോൾ ഒരു മാസം കാലമായിട്ട് ഇപ്പോൾ വന്ന് കടകൾ അടിച്ച് പൊളിക്കുക, പിന്നെ പലസറ കടയെ അടിക്കുക, വണ്ടിയിലൊക്കെ അടിക്ക് പൊളിക്കുന്നുണ്ടല്ലേ. ഇല്ല, ആൾക്കാരോടെ ഒച്ച പണിയെടുത്ത് കൊടുത്തവരും. അപ്പം ഞങ്ങൾ വന്നാൽ ഇവിടെ എല്ലാ പേടിയോട് ഓടിയതാണ്. പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് വനം വകുപ്പ് നിർദ്ദേശം. സുനിൽ സുരേന്ദ്രനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. വയനാട് മുള്ളൻകൊല്ലിയിൽ നിന്ന് പിടികൂടിയ കടുവയെ തൃശൂർ മൃഗശാലയിൽ എത്തിച്ചു. ഇന്ന് രാവിലെ പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലാണ് കടുവയെ തൃശൂരിൽ എത്തിച്ചത്. കടുവയെ നിരീക്ഷണത്തിൽ പാർപ്പിച്ച് ആരോഗ്യസ്ഥിതി വിലയിരുത്തും. പല്ലുകൾ നഷ്ടപ്പെട്ട കടുവയ്ക്ക് ഇരപിടിക്കാൻ പ്രയാസമുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് ചികിത്സ നൽകി സംരക്ഷിക്കാനുള്ള തീരുമാനം. തൃശൂരിലേക്ക് മാറ്റുന്ന 3ാമത്തെ കടുവയാണ് WWL 127. ഇന്ന് രാവിലെ പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലാണ് കടുവയെ തൃശൂരിലെ മൃഗശാലയിൽ എത്തിച്ചത്. കടുവയെ നിരീക്ഷണത്തിൽ പാർപ്പിച്ച് ആരോഗ്യസ്ഥിതി വിലയിരുത്തും. ഇതിന് ഇവിടെ വൈദ്യസഹായം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ക്വാറന്റൈൻ പീരീഡിൽ ഇവിടെ സൂക്ഷിക്കാനും പിന്നീട് ഫോറസ്റ്റിന്റെ നിർദ്ദേശാനുസരണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ആരോഗ്യസ്ഥിതി വലിയ കുഴപ്പമില്ല. എങ്കിലും അതിന്റെ ബാക്കി അനാലിസിസ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ മറ്റു വല്ല രോഗങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 2 ദിവസം മുമ്പ് പിടികൂടിയ കടുവ സുൽത്താൻ ബത്തേരി കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു. കടുവയ്ക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് പ്രാഥമിക പരിശോധനാ ഫലം. 24 തൃശൂർ.
പത്തനംതിട്ട കലഞ്ഞൂരിൽ പശുവിനെ പുലി ആക്രമിച്ചുവെന്ന് പരാതി. കലഞ്ഞൂർ പാടം തട്ടാക്കുടി ഭാഗത്ത് ജനവാസ മേഖലയിലാണ് ആക്രമണം. വൈകിട്ട് 4:30യോടെയാണ് ആക്രമണം ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു. സംസ്ഥാനത്ത് RC ബുക്ക് ലൈസൻസ് എന്നിവ വിതരണം ചെയ്യുന്നതിലെ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. അച്ചടി കമ്പനികൾക്കുള്ള കുടിശ്ശിക തീർക്കാൻ തുക അനുവദിക്കുന്നതിന് മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കുടിശ്ശിക വന്നതിനാൽ 5 മാസമായി അച്ചടി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ബംഗളൂരു ആസ്ഥാനമായ ITA ലിമിറ്റഡ് എന്ന കമ്പനിക്ക് 8.66 കോടി രൂപയും CDT നൽകാനുള്ള 15 കോടി രൂപയുമാണ് അനുവദിച്ചത്. രേഖകൾ തപാൽ മാർഗം അയച്ചതിന് 6 കോടി രൂപ പോസ്റ്റൽ വകുപ്പിനും നൽകാനുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ക്രൈംബ്രാഞ്ച് ഹർജി ഹൈക്കോടതി തള്ളി. ഉത്തരവിലെ പരാമർശങ്ങൾ വിചാരണയെ ബാധിക്കരുത് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കിയാൽ കൂടുതൽ നിയമപ്രശ്നങ്ങളിലേക്ക് പോകുമെന്നും ഇത് കൂടുതൽ സങ്കീർണതകൾക്ക് ഇടയാക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കിയാൽ അത് കൂടുതൽ നിയമപ്രശ്നങ്ങൾക്കും സങ്കീർണതകൾക്കും കാരണമാകും. ഇത് വിചാരണാ നടപടികളെ ബാധിക്കുമെന്നതിനാൽ 8ാം പ്രതി ദിലീപിന്റെ ജാമ്യം റദ്ദാക്കുന്നില്ല. ദിലീപിനെതിരായ ആക്ഷേപത്തിന്റെ മെറിറ്റിലേക്ക് പോകുന്നില്ലെന്നും വിചാരണ എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം നിരസിച്ച ഹൈക്കോടതി ഉത്തരവ് കേസിന്റെ വിചാരണയെ ബാധിക്കരുതെന്നും സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചു. നേരത്തെ ദിലീപ് ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതേ ആവശ്യമുന്നയിച്ച് വിചാരണ കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ആവശ്യം അനുവദിച്ചില്ല. ദിലീപ് സാക്ഷികളെ സ്വാധീനിച്ചതിനും തെളിവുകൾ നശിപ്പിച്ചതിനും തുടരന്വേഷണത്തിൽ തെളിവ് ലഭിച്ചെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാട്ടിയത്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളവും കേന്ദ്രവും തമ്മിൽ വീണ്ടും ചർച്ചയ്ക്ക് സാധ്യത തെളിയുന്നു. ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതായി സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസ് അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാക്കളുമായി നടത്തിയ ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം 24നോട് പറഞ്ഞു. സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്ന് കേന്ദ്രവുമായി സംസ്ഥാനം നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. ന്യായമായ ആവശ്യങ്ങളിൽ കേന്ദ്രം അനുകൂല മറുപടി നൽകിയില്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആരോപണം. പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാക്കളുമായി വീണ്ടും നടത്തിയ ചർച്ചയിലാണ് പ്രശ്ന പരിഹാരത്തിന് സാധ്യത തുറന്നത്. ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്രം അറിയിച്ചതായി KV തോമസ് വ്യക്തമാക്കി. സാമ്പത്തിക പ്രശ്നങ്ങൾ അത് വേണമെങ്കിൽ ഒരു ചർച്ചയ്ക്ക് കൂടി തയ്യാറാണ് അവർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 8 കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ UGC ഗ്രാൻഡ് ഉൾപ്പെടെ അത് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ മുഖ്യമന്ത്രി ധരിപ്പിക്കും. പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി നടത്തിയ ചർച്ചയിൽ എയിംസും കേരയിലും വിഷയമായി. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് സംസ്ഥാനത്തിന് ഉള്ളത്. സംസ്ഥാനത്തിന്റെ തീരുമാനം കേന്ദ്രത്തെ അറിയിക്കുന്ന മുറയ്ക്കായിരിക്കും സാമ്പത്തിക പ്രതിസന്ധിയിൽ ചർച്ച നടക്കുക. 24 ഡൽഹി. ചില വാർത്തകൾ ചുരുക്കത്തിൽ. സംസ്ഥാനത്തടുത്ത 3 ദിവസം 10 ജില്ലകളിൽ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. ഇപോസ് സംവിധാനം തകരാറിലായതോടെ സംസ്ഥാനത്ത് വീണ്ടും റേഷൻ വിതരണം തടസ്സപ്പെട്ടു. രാവിലെ മുതൽ തടസ്സം നേരിടുന്നതായി വ്യാപാരികൾ. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിൽ മനീഷിന്റെ അസ്ഥികൂടം കണ്ടെത്തി. വാട്ടർ അതോറിറ്റിയുടെ പഴയ ടാങ്കിനുള്ളിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുങ്കലിന്റെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. 1.88 കോടി രൂപയുടെ സ്വത്താണ് കണ്ടുകെട്ടിയത്. KSIDCക്കെതിരായ SFIO അന്വേഷണം വ്യവസായ വകുപ്പ് സ്വാഗതം ചെയ്യാത്തത് സംരംഭക താൽപര്യം മുൻനിർത്തിയെന്ന് മന്ത്രി P. രാജീവ്. അന്വേഷണം നേരിടുന്ന സ്ഥാപനമെന്ന് കേട്ടാൽ ബാങ്കുകൾ വായ്പ നൽകില്ലെന്നും വ്യവസായ മന്ത്രി. പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു. ഇന്ന് സംഭവിച്ചത് കാണാം. അനുജ രാജേഷ് എത്തും. നമസ്കാരം.